എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഒരു കൊല്ലം മുമ്പ് ശ്രീ കെ.സി. വേണുഗോപാൽ പറഞ്ഞാണ് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം ഞങ്ങൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. ഇതൊരു പ്രശ്നമാക്കണ്ട. പ്രശ്നമാക്കണ്ടെന്ന് ഇത്തരം നിരുത്തരവാദപരമായ നടപടികളാണ് താല്പര്യത്തിന് തുടക്കം വെക്കുന്നത്. ഞാൻ ആ കൂട്ടത്തിൽ ഒരാളാവുകയില്ല. അദ്ദേഹം എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞാണ് ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങുമോ എന്ന് ചോദിക്കുക. അത്തരം പദപ്രയോഗങ്ങളൊന്നും വേണ്ട, ഞാൻ അതിനില്ല എന്ന് തീർത്തു പറഞ്ഞ ആളാണ് ശ്രീ കെ.സി. വേണുഗോപാൽ. എന്താ പ്രശ്നം? ഇയാള് തന്നെ ഇവിടുത്തെ പ്രശ്നം. ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ എന്താ? കേരളത്തിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് കെ.സി. വേണുഗോപാൽ മാത്രമാണ്. അവസാനിപ്പിക്കും. നീയൊക്കെ അല്ലേ എന്റെ കൂട്ടത്തിലുള്ളത്. അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയാണ്, ആലപ്പുഴയിൽ നിന്നുള്ള MP ആണ്, പല കാലങ്ങളായിട്ട് പല സ്ഥാനങ്ങൾ വഹിച്ച ആളാണ്, കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു, പിന്നെ പല സംസ്ഥാനങ്ങളുടെ പല കാര്യം നോക്കിയ ആളാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. തന്റെ സ്ഥാനം ഉറപ്പിക്കുകയാണ് പ്രധാനം. തന്റെ പാർട്ടിക്കകത്ത ഐക്യമോ മുന്നണിക്കകത്ത ഐക്യമോ കേരളത്തിന്റെ ഭാവിയോ ഒന്നുമല്ല പ്രശ്നം. തന്റെ മുഖ്യമന്ത്രി പദമാണ് എന്ന് തീരുമാനിച്ചു. കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെ അത്രയും പരിഹാസ്യമായ ഒരു നിലപാട് അദ്ദേഹം എടുക്കുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വം എത്ര ജീർണിച്ചാന്ന് ആലോചിച്ചു. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് വഴക്കിടില്ല. എന്താ കാരണം? അധികാരമില്ല. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഗ്രൂപ്പ് കളിയുടെ ആവശ്യമില്ലല്ലോ, അതിനൊരു സ്കോപ്പില്ല. നേരെ മറിച്ച് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും എല്ലാ തരത്തിലുള്ള അനൈക്യവും ഒഴിവാക്കി അവൻ പറഞ്ഞ നേരെ ആളുകളെ കൂടെ നിർത്തി മുന്നണിക്കും പാർട്ടിക്കും പുറത്തുള്ള ആളുകളിൽ പ്രതീക്ഷ വളർത്തി എതിർകക്ഷിക്കാരുടെ ഇടയ്ക്ക് പോലും മതിപ്പുണ്ടാക്കി അങ്ങനെ പണിയെടുത്ത ഒരാളാണ് വി ഡി സതീശൻ. മറന്നിട്ടൊന്നുമില്ല. അയ്യോ എന്ന് ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ല. എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെ വികാര പ്രകടനങ്ങളാണ് റോഡിൽ നടക്കുന്നത്. ആ റോഡിൽ നടക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന നേതാക്കന്മാരാണ് ഇതിന് ഉത്തരവാദികൾ. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. ഒരു ഹൈക്കമാൻഡ് ഉണ്ടെങ്കിൽ ആ ഹൈക്കമാൻഡ് നേരത്തെ പണിയെടുക്കണ്ടേ? അവര് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ കാര്യം. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായത്, ഞാൻ ഇനി ആരോപണം പറയാൻ തെളിവുള്ള നല്ല കാര്യങ്ങളെല്ലാം പറയുന്നത്, ഈ അളവിലുള്ള ഭൂരിപക്ഷം, ഈ അളവിലുള്ള മിന്നുന്ന വിജയം ഒരിക്കലും ശ്രീ വേണുഗോപാൽ കണക്കാക്കിയിരുന്നില്ല. അത് കണക്കാക്കിയ നേതാവിന്റെ പേര് വി ഡി സതീശൻ എന്നാണ്. അദ്ദേഹമാണ് പറഞ്ഞത് 100-ൽ കൂടുതൽ സീറ്റ് കിട്ടും. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. 12 മന്ത്രിമാരെങ്കിലും മിനിമം പരാജയപ്പെടും എന്നൊക്കെ പറഞ്ഞത്, വിസ്മയങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞത് വി ഡി സതീശനാണ്. ഇവിടുത്തെ യാഥാർത്ഥ്യം എന്താണ്, ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്ന് അറിയുന്ന, അത് കാണാൻ കാഴ്ചപ്പാടുള്ള ഒരു നേതാവാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അപ്പോ വേണുഗോപാലിന് നേരത്തെ ഈ ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം 2024 ആലപ്പുഴയിൽ ലോക്സഭയിലേക്ക് മത്സരിക്കില്ലല്ലോ. ആകെ ചളമായി. ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ അദ്ദേഹത്തെ അന്ന് മത്സരിക്കാതിരുന്നാ പോരെ. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്? തനിക്ക് ഇതിപ്പോ നേരെ പറഞ്ഞാല് വിയർത്ത് പണിയെടുക്കുന്നവനെ മാറ്റി നിർത്തിയിട്ട് നോക്കുകൂലി വാങ്ങുക എന്നൊരു ഏർപ്പാടുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. ആ നോക്കുകൂലി മുഖ്യമന്ത്രി ആവാനാണ് നിർഭാഗ്യവശാൽ കേരളത്തിലെ സമുന്നതനായ ഒരു നേതാവ് വേണുഗോപാൽ വരുന്നത്. കുനിഞ്ഞ മർമ്മം അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ചാ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നടപടിക്രമം വൈകുന്നത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകളുടെ, സാധാരണ പ്രവർത്തകരുടെ ഇടയിൽ, അതിനേക്കാൾ ഉപരിയായിട്ട് UDF മറ്റ് ഘടകകക്ഷികളുടെ ഇടയിലൊക്കെ വലിയ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ആശയക്കുഴപ്പമാണ് പല രീതിയിലും പലതരം പ്രതികരണങ്ങളായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഇടതുപക്ഷത്തിന്റെ ഭരണം, പിണറായി ഭരണം അവസാനിച്ച് കാണാൻ താല്പര്യപ്പെട്ട ആളുകളാണ് UDF വോട്ട് ചെയ്തത്, UDF മാത്രമല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചോളം വളരെ പെട്ടെന്ന് ഒരു മന്ത്രിസഭ ഉണ്ടാക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മാറ്റിമറിക്കുകയും ചെയ്യണം എന്നൊരു ഉത്കടമായ ആഗ്രഹം. വലിയ നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്ക കേട്ട് തൊഴിൽ. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീർപ്പുമുട്ടൽ വേറൊരു രീതിയിലേക്ക് മാറി. എന്തുകൊണ്ട് ഇവർക്ക് ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാൻ പറ്റും? അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ. ആസാമിലെ മുഖ്യമന്ത്രി നാളെ സത്യപ്രതിജ്ഞ ചെയ്യാണ്. ബംഗാളിലെ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞു. തമിഴ്നാട്ടിൽ ഇന്നലെ ചെയ്തു. അപ്പോൾ ഇവിടെ മാത്രം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളൊരു സംശയമാണ് ജനങ്ങളുടെ ഇടയിൽ. രാഘവൻ പറഞ്ഞത് വാസ്തവം. സത്യത്തിൽ ഇത്
AICC നിന്ന് നിരീക്ഷകർ വന്നെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട MLA മാരെ ഒരു ഹാളിൽ വിളിച്ചു കൂട്ടി അവരുടെ അഭിപ്രായം അനുസരിച്ച് അപ്പം തന്നെ ഒരാളെ തീരുമാനിക്കുകയാണ് ചെയ്യേണ്ടത്. അത്രയ്ക്കുള്ള കാര്യമുള്ളൂ. തിരഞ്ഞെടുക്കപ്പെട്ട MLA മാർക്ക് ആ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ അറിയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത് ശരിയാണ്. ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ എന്തായി? ഞാൻ വാപ്പിലായി. ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടത് തന്നെ മുഖ്യമന്ത്രിയെ മറ്റാളുകളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനിയിപ്പോൾ ഹൈക്കമാൻഡിന് ഏതെങ്കിലും ഒരാളുടെ പ്രത്യേക താല്പര്യമുണ്ട്, ഇന്ന ആൾ കേരള മുഖ്യമന്ത്രിയായിട്ട് വരണം എന്നാണ് താല്പര്യമെങ്കിൽ ഈ വരുന്ന MLA മാരെ വിളിച്ചു പറയുന്നത് ഞങ്ങൾ ഇന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ അതുമായിട്ട് സഹകരിക്കണം എന്ന് പറഞ്ഞാൽ പ്രശ്നം. കഷ്ടമാണിത്. ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണം. പക്ഷേ ഇത് അനാവശ്യമായൊരു വിവാദമാക്കി ആശയക്കുഴപ്പമുണ്ടാക്കി ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ. ഒരുപാട് വൃത്തികേടുകൾക്കെതിരെയും അതോടൊപ്പം തന്നെ ഒട്ടേറെ പ്രതീക്ഷകളും രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു വോട്ടായിരുന്നു ഇപ്രാവശ്യം UDF കിട്ടിയത്. എന്താ പറഞ്ഞത് ശരി? ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയും മറ്റുമൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ മതസ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ എതിരെയുള്ള ഒരു സാംസ്കാരികമായ പ്രതികരണമായിരുന്നു, ധാർമ്മികമായ പ്രതികരണമായിരുന്നു കേരള ജനത ഈ 102 സീറ്റിലൂടെ കൊടുത്തത്. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. KC വേണുഗോപാലാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നതെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാം. ഒന്ന്, BJPയുടെ നേതൃത്വം എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ വയ്യേ എന്നും പറഞ്ഞിട്ട് അവരാഘോഷിക്കുന്നുണ്ട്. രണ്ട്, നമ്മുടെ ജനായത്ത സംവിധാനത്തിനും ഏൽക്കുന്ന ഒരു പക്ഷാഘാതമായിരിക്കും, ഒരു സംശയമില്ല. കാര്യം ഇത് ജനായത്ത സംവിധാനത്തിന്റെ സൗന്ദര്യമല്ല കാണിക്കുന്നത്, തലയും ദേഹവും ഒക്കെ പൊട്ടി ചോര വലിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഈ പറഞ്ഞതുപോലെ തലയോട്ടി പൊട്ടിയിട്ട് മസ്തിഷ്കത്തിന്റെ അടുത്തേക്ക്, മസ്തിഷ്കത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അറിയാവുന്ന അവസ്ഥയാണല്ലോ, അതേ അവസ്ഥയിലേക്ക് ഈ പറഞ്ഞതുപോലെ സംഗതികളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? ജനായത്ത സംവിധാനത്തെ അതിസൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട സംഗതിയാണ്. കാരണം ഒരു മനുഷ്യന്റെ സാംസ്കാരികമായ ഔന്നത്യത്തെ മുൻനിർത്തി അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉള്ളതാണ് ഈ ഭരണഘടന എന്ന് പറയുന്നത്. അല്ല, ഭരണഘടനയിൽ നല്ല ശരിക്കും ജനായത്തം വരേണ്ടത്. ജനായത്തം എന്ന് പറയുന്നത് മനുഷ്യന്റെ സംസ്കാരമുണ്ട്. ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ സംസ്കാരത്തെ അത് സമൂഹത്തിൽ നിലനിർത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഭരണഘടനയുടെ ആവശ്യം. നമുക്ക് എല്ലാറ്റിലും വലുത് പാർട്ടിയാണ്, എല്ലാറ്റിലും വലുത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഉണ്ടാക്കിയതാണ് പാർട്ടി. ജനായത്ത സംവിധാനത്തെ ആ രീതിയിൽ ഒരു കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. ഈ പോക്ക് കണ്ടിട്ട് അത് അനുകൂലമാവും. ഇപ്പൊ നാളെ ഒരാൾ പറയുകയാണ്, ഒരു ധനികൻ ഒരു തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ഫണ്ടെല്ലാം കൊടുത്തു, ഇത് എന്റെ ഗവൺമെന്റ് ആണ്, ഞാനാണ് ഇത് ഗവൺമെന്റിൽ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ന്യായമാണ്? ഒരു നിയമസഭാ മണ്ഡലത്തിലെ ഒരു പ്രതിനിധി രാജിവെക്കണം, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തില് മത്സരം വേണം. ഒന്ന് ആലോചിച്ച് നോക്കും, ഇത് അധികഭാരം ഇത് ആരുടെ പുറത്താണ്? ഒരു വ്യക്തിയുടെ താല്പര്യം. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ. കോൺഗ്രസ് സംഘടന സൗത്ത് ഇന്ത്യയിൽ തകർന്നടിയുന്നതിന്റെ ആദ്യത്തെ അധ്യായം കുറിക്കലായിരിക്കും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരികയാണ്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.